ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോള് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അതിലേക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ മിണ്ടാൻ രണ്ടാമത് പോയ സമയത്ത് അനു പറയുന്നുണ്ട്, നീയൊക്കെ എൻ്റെ കൂടെ നടന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്ര നാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കൂടെ നടന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം വേറൊന്നും അതിൽ പറയുന്നത് കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന അനുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത് ശരിക്കും നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവൾ എന്നെ അങ്ങനെ പറഞ്ഞത്, ഞാൻ എന്ത് കണ്ടിട്ടാണ് അവളുടെ പുറകിൽ നടന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ സാബുമാനോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. സാബുമാനാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കിപ്പം അനുമോളുടെ ഒരു ക്യാരക്ടറെ ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര അഹങ്കാരിയായിട്ടാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ആദിലയോട് ഈ പറഞ്ഞിട്ടുള്ള വാക്ക് അത് ശരിക്കും കൊണ്ടിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരുന്ന സമയത്ത് എനിക്കത് ചോദിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഷാനവാസിനോട് ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ചിലപ്പം അവളുടെ ഫെയിം കണ്ടിട്ടായിരിക്കാം നീ വന്നത് എന്നുള്ള രീതിയിൽ അവൾ വിചാരിച്ചിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആദ്യ ദിനങ്ങളിൽ പറയണമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ആദില പറയുന്നത്. അപ്പോൾ എന്തായാലും അനുമോള മനസ്സിൽ പല സമയത്തും അങ്ങനെ ചിന്തിക്കാറൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഇപ്പം കഴിഞ്ഞിടയ്ക്കാണെങ്കിലും നെവിൻ്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കിയ സമയത്ത് നിന്നേക്കാളിലൊക്കെ കൂടുതൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാണ്, തിന്നിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാർഷ്ട്യ മനോഭാവം ചില സമയത്ത് കാണിക്കാറുണ്ട്. പിന്നെ ആദ്യം ഇത് ചോദിച്ച് വാങ്ങിയതാണ്. കാരണം ഒരു വ്യക്തി മാറി പോകുന്ന സമയത്ത് മിണ്ടുവോ എന്ന് ചോദിച്ച് വെറുതെ വായിരിക്കുന്നത് കേട്ടാണ്. പക്ഷേങ്കിൽ ആ പറഞ്ഞിട്ടുള്ള വാക്ക് ശരിക്കും അതിലേക്ക് കൊണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ലാലേട്ടൻ്റെ എപ്പിസോഡിലാണെങ്കിലും അവളുടെ ഫെയിം കണ്ടിട്ടാണോ ഞാൻ പുറത്തിറങ്ങിയത്, അല്ലെങ്കിൽ അവളുടെ ഒപ്പം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷാനവാസിനോടാണെങ്കിലും പറയുന്നത്. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു.